ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കറിയായിട്ടാണ്. ഒരു വെണ്ടയ്ക്ക വെച്ചുള്ളൊരു കറിയാട്ടോ. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ ഒരു സ്റ്റൈലല്ല, ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്നൊക്കെ പറയാം. തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട്, പക്ഷെ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും ചപ്പാത്തി പൂരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞു നാടൻ ടേസ്റ്റ് ഒന്നും അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം ചെന്ന് ഈ ഒരു സ്പെഷ്യൽ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കി തരാം. അപ്പോൾ ഇതിനു വേണ്ടി 7 വെണ്ടയ്ക്കാണ്, ഒരു മീഡിയം സൈസുള്ള 7 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള, പിന്നെ 3 ചെറിയ പച്ചമുളക്, പിന്നെ മല്ലിയില വേണം, പിന്നെ വറുത്തിടാൻ വേണ്ടി കടുക്. പൊടികളായിട്ട് നമ്മൾ അധികമൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടിയാണ് മാത്രമാണ് ചേർക്കുന്നത്. അതൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ സ്പെഷ്യലായിട്ട് 2 സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് പുളി പിഴിഞ്ഞതാണ്. ഇതിപ്പോൾ ഒരു 1.25 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നാരങ്ങ സൈസുള്ള ഏതാണ്ട് അത്ര വലിപ്പമുള്ളൊരു പുളി പിഴിഞ്ഞിട്ട് 1.25 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. പിന്നെ അടുത്ത ഇത് ശർക്കരപ്പാനിയാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ ഇത് ആണ് നമുക്ക് കറി ഉണ്ടാക്കാൻ മെയിനായിട്ടുള്ള വേണ്ടത്. ഇനി അരപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അടുത്ത് നോക്കാം. അരപ്പിനായിട്ട് തേങ്ങ 1 കപ്പ് ആണ് ഉള്ളത്. പിന്നെ ഇത് പൊട്ടുകടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പൊട്ടുകടലയ്ക്ക് പകരം ചനാദാൽ ഉണ്ടല്ലോ, കടലപ്പരിപ്പ്, അതുണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ ഉഴുന്ന് പരിപ്പ് ഇതുപോലെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. കറിവേപ്പില വേണം. അതുപോലെ തന്നെ നമ്മൾ കായം ഒരു 2 പിഞ്ചോളം കായം ചേർക്കുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം ആദ്യം നമ്മൾ അരപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല, ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം അതിലേക്ക് ആദ്യം നമുക്ക് പൊട്ടുകടല, അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില, ഇതൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി തുടങ്ങിയാൽ മതി. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത്ര മതി, നമുക്ക് ഓഫാക്കാം. ഇനി നമുക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടി തേങ്ങ വേണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ആദ്യം ഇടാം. പിന്നെ ചൂടാക്കി വെച്ച ബാക്കി വറ്റൽമുളകും പരിപ്പും എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇത് അരച്ചെടുക്കുക കേട്ടോ. ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കട്ടിങ് പരിപാടികൾ നോക്കാം. ഇത് കട്ട് ചെയ്യുന്നത് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇനി സവാളയും കട്ട് ചെയ്യാം. സവാള ഒരുപാട് നൈസാക്കണ്ട കേട്ടോ. പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്യാം. നമുക്കിത് ഉണ്ടാക്കേണ്ട പാനിലേക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ അടച്ചൊന്നും വെക്കണ്ടല്ലോ എന്ന്. അപ്പോൾ എപ്പോഴും അടച്ചു വെക്കുന്നത് കേട്ടോ നല്ലത്. കാരണം ഈ കടുക് കണ്ണിലേക്കൊക്കെ തെറിച്ചിട്ട് ഒരുപാട് അപകടങ്ങളൊക്കെ ഇപ്പം കുറേ ആയിട്ട് കേട്ട് വരുന്നുണ്ട്. അപ്പം എന്തായാലും കടുക് പൊട്ടിക്കുമ്പോഴും ഒന്ന് അടച്ച് വെച്ചിട്ട് ചെയ്യുന്നത് നല്ലത്. നമ്മൾ അടുക്കളയും വൃത്തിയിടാവില്ല, നമുക്ക് വെറുതെ കഷ്ടപ്പാടും ഇല്ല കണ്ണിലേക്കൊക്കെ തെറിച്ചിട്ട്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെണ്ട ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സവാള, കൂടെ പച്ചമുളക് ഇടാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളെ ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം.
ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ ഇത് ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ വെണ്ടയ്ക്കൊക്കെ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം, ഉപ്പൊക്കെ എങ്ങനെയാണെന്നുള്ള. പുളിയുടെ ടേസ്റ്റ് ഉണ്ട്, ഒരു ചെറിയ മധുരവും. അപ്പം ഇത് മതി. ഇനി നമ്മൾ അരപ്പ് ചേർത്തിട്ട് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അരപ്പ് ചേർക്കാൻ പോവാണ്. ഇനി ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നമുക്ക് ഒഴിക്കാം ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് ഇടാൻ കേട്ടോ. എന്താ? മല്ലിയില. കറി റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാണ്. അപ്പം നമ്മുടെ സ്പെഷ്യൽ വെണ്ടയ്ക്ക കറി ഒക്കെ റെഡിയായി. ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ എടുത്ത സമയത്ത് സ്റ്റവ് ഓഫാക്കിയപ്പോൾ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസി അല്ല, കുറച്ച് തിക്കായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ചപ്പാത്തിക്കൊക്കെ നല്ല ഒരു പാകമായിരിക്കും. അപ്പം നമുക്ക് കുറച്ചെടുത്തിട്ട് ചോറിലോട്ട് ഇട്ടൊന്ന് ടേസ്റ്റ് നോക്കാം. കറി നല്ല തിക്ക് ശരിക്കും. അപ്പം എന്താ നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇതിൻ്റെ ആദ്യം തന്നെ മണത്തിനെ പറ്റി പറയട്ടെ. സ്മെല്ലെന്ന് പറയുമ്പം നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പം ഉഴുന്ന് വറുത്തിടുമല്ലോ കടുകിൻ്റെ കൂടെ, അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മണമാണ് ഇങ്ങനെ വരുന്നത് ശരിക്കും. നോക്കാം ടേസ്റ്റ്. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുളി ഒഴിച്ചതിൻ്റെ തന്നെ പുളിയുണ്ട്. മധുരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ മധുരമുണ്ട്, പക്ഷേ ഒരുപാട് മധുരമൊന്നുമല്ല. പുളി ശരിക്കും അറിയുന്നുണ്ട്. അതിനൊക്കെ പുറമെ പറയുകയാണെങ്കിൽ നമ്മൾ തേങ്ങയുടെ കൂടെ ചേർത്തരച്ച ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു വറുത്ത ആ ഒരു ടേസ്റ്റ് നല്ലോണം വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ നാട്ടിലെ കറിയുടെ ഒരു ടേസ്റ്റേ അല്ല, ശരിക്കും ഒരു ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ കറി എന്ന് തന്നെ പറയാം. അതെന്തായാലും ഇതിൽ നമുക്ക് വെണ്ട ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ആ പുളി മുഴുവനും ഇല്ല, ഈ വെണ്ടയിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അത് കഴിക്കുമ്പം അതിനാണ് കൂടുതൽ, കറിയിലുള്ളതിനേക്കാളും കൂടുതൽ ഈ ഒരു കഷ്ണത്തിൽ ആ പുളിപ്പ് നന്നായിട്ട് അറിയുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു മധുരമുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു വ്യത്യസ്തമായി ഇപ്പം വേറെ സ്ഥലത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ നാട്ടിലെ രുചി തന്നെ നാടൻ കറികളുടെ രുചി തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നുള്ള അറിയില്ല. എന്നാലും ഇടയ്ക്കൊക്കെ നമുക്കൊരു ചേഞ്ച് വേണ്ടേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വെണ്ടയ്ക്കൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവും, നമ്മൾ സാമ്പാറൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങുന്നതല്ലേ. ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് കേൾക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും റെസിപ്പീസൊക്കെ ചെയ്യാനുള്ള ഒരു ഒരു ഇൻട്രസ്റ്റ് ഞങ്ങൾക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും വീഡിയോസ് കണ്ടാൽ തീർച്ചയായും കമൻസ് ഇടുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.